പ്രൈസ് ദി ലോർഡ്. ലേവ്യ പുസ്തകം 14 അധ്യായം 1 മുതൽ 57 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത്. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം. പുരോഹിതൻ പാളയത്തിനു പുറത്ത് ചെല്ലണം. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായെന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിയുവാനുള്ളവനു വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവു വെള്ളത്തിന്മീതെ അറുപ്പാൻ കൽപ്പിക്കണം. ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ അവൻ എടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറവു വെള്ളത്തിന്മീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠശുദ്ധീകരണം കഴിക്കുവാനുള്ളവൻ്റെ മേൽ 7 പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. ശുദ്ധീകരണം കഴിയുന്നവൻ വസ്ത്രമലക്കി രോമമൊക്കെയും ക്ഷൗരം ചെയ്യിച്ച് വെള്ളത്തിൽ കുളിക്കണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് കളയണം. പിന്നെ വേറെ കല്ലെടുത്ത് ആ കല്ലിന് പകരം വയ്ക്കണം. വേറെ കുമ്മായം വീട്ടിന് തേക്കുകയും വേണം. അങ്ങനെ കല്ല് നീക്കുകയും വീട് ചുരുണ്ടുകയും കുമ്മായം തേക്കുകയും ചെയ്ത ശേഷം വടു പിന്നെയും വീട്ടിലുണ്ടായി വന്നാൽ പുരോഹിതൻ ചെന്ന് നോക്കണം. വടു വീട്ടിൽ പരന്നിരുന്നാൽ അത് വീട്ടിൽ നിന്ന് തിന്നെടുക്കുന്ന കുഷ്ഠം തന്നെ, അത് അശുദ്ധമാകുന്നു. വീട്ടിൻ്റെ കല്ലും മരവും കുമ്മായവും ഇടിച്ചു പൊളിച്ച് പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം. വീട് അടച്ചിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും അതിനകത്ത് കിടക്കുന്നവൻ സന്ധ്യ വരെ അശുദ്ധിയുള്ളവനായിരിക്കണം. വീട്ടിൽ കിടക്കുന്നവൻ വസ്ത്രമലക്കണം. ആ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നവനും വസ്ത്രമലക്കണം. വീട്ടിന് കുമ്മായം തേച്ച ശേഷം പുരോഹിതനകത്തു ചെന്ന് നോക്കി വീട്ടിൽ വടു പരന്നിട്ടില്ല എന്നു കണ്ടാൽ വടു മാറിപ്പോയതുകൊണ്ട് പുരോഹിതൻ ആ വീട് ശുദ്ധിയുള്ളത് എന്ന് വിധിക്കണം. അപ്പോൾ അവൻ വീട് ശുദ്ധീകരിക്കേണ്ടതിന് 2 പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ എടുത്ത് ഒരു പക്ഷിയെ മൺപാത്രത്തിലുള്ള ഉറവു വെള്ളത്തിന്മീതെ അറുക്കണം. പിന്നെ ദേവദാരു, ഈസോപ്പ്, ചുവപ്പുനൂൽ, ജീവനുള്ള പക്ഷി എന്നിവയെ എടുത്ത് അറുത്ത പക്ഷിയുടെ രക്തത്തിലും ഉറവു വെള്ളത്തിലും മുക്കി വീട്ടിന്മേൽ പെരുവിരലിന്മേലും വലത്തുകാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടണം. പിന്നെ പുരോഹിതൻ ആ എണ്ണ കുറെ തൻ്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം. പുരോഹിതൻ ഇടം കൈയിലുള്ള എണ്ണയിൽ വലം കൈയുടെ വിരൽ മുക്കി വിരൽ കൊണ്ട് 7 പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ എണ്ണ തളിക്കണം. ഉള്ളം കൈയിൽ ശേഷിച്ച എണ്ണ കുറെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലത്തു കാതിന്മേലും വലത്തു കൈയുടെ പെരുവിരലിന്മേലും വലത്തു കാലിൻ്റെ പെരുവിരലിന്മേലും അകൃത്യയാഗത്തിൻ്റെ രക്തത്തിന്മീതെ പുരട്ടണം. പുരോഹിതൻ്റെ ഉള്ളം കൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ തലയിലൊഴിച്ച് യഹോവയുടെ സന്നിധിയിൽ അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പുരോഹിതൻ പാപയാഗം അർപ്പിച്ച് അശുദ്ധി പോക്കി ശുദ്ധീകരിക്കപ്പെടുന്നവനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച ശേഷം ഹോമയാഗ മൃഗത്തെ അറുക്കണം. പുരോഹിതൻ ഹോമയാഗവും ഭോജനയാഗവും യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. അവൻ ദരിദ്രനും അത്രയ്ക്ക് വകയില്ലാത്തവനുമാകുന്നുവെങ്കിൽ തനിക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് നീരാജനത്തിനായി അകൃത്യയാഗമായിട്ട് ഒരു കുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത 1 ഇടങ്ങഴി നേരിയ മാവും 1 കുറ്റി എണ്ണയും പ്രാപ്തി പോലെ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും എടുത്ത് തൻ്റെ ശുദ്ധീകരണത്തിനായി 8-ാം ദിവസം സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരേണം. പുരോഹിതൻ അകൃത്യയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെയും എണ്ണയും എടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവൻ അകൃത്യയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ അറുക്കണം. പുരോഹിതൻ അകൃത്യയാഗത്തിൻ്റെ രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലത്തു കാതിന്മേലും വലത്തു കൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടണം.
പുരോഹിതൻ എണ്ണ കുറെ തൻ്റെ ഇടത്തെ കൈയിൽ ഉള്ളം കൈയിൽ ഒഴിക്കണം. പുരോഹിതൻ ഇടത്തു കൈയിൽ ഉള്ള എണ്ണ കുറെ വലത്തു കൈയുടെ വിരൽ കൊണ്ട് യഹോവയുടെ സന്നിധിയിൽ 7 പ്രാവശ്യം തളിക്കണം. പുരോഹിതൻ ഉള്ളം കൈയിലുള്ള എണ്ണ കുറെ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലത്തു കാതിന്മേലും വലത്തു കൈയുടെ പെരുവിരലിന്മേലും വലത്തു കാലിൻ്റെ പെരുവിരലിന്മേലും അകൃത്യയാഗത്തിൻ്റെ രക്തമുള്ളയിടത്ത് പുരട്ടണം. പുരോഹിതൻ ഉള്ളം കൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ തലയിലൊഴിച്ച് അവനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കണം. അവൻ പ്രാപ്തി പോലെ കുറുപ്രാവുകളിലോ പ്രാവിൻ കുഞ്ഞുങ്ങളിലോ ഒന്നിനെ പാപയാഗമായിട്ട് അതിനുശേഷം അവൻ പാളയത്തിൽ ചെന്ന് തൻ്റെ കൂടാരത്തിന് പുറമെ 7 ദിവസം പാർക്കണം. 7-ാം ദിവസം അവൻ തലയും താടിയും പുരികവും എല്ലാം വെടിപ്പാക്കണം. ഇങ്ങനെ അവൻ സകല രോമവും ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രമലക്കുകയും ദേഹം വെള്ളത്തിൽ കഴുകുകയും വേണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ ഊനമില്ലാത്ത 2 ആൺകുഞ്ഞാടിനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു പെൺകുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത 3 ഇടങ്ങഴി നേരിയ മാവും 1 കുറ്റി എണ്ണയും കൊണ്ടുവരണം. ശുദ്ധീകരണം കഴിക്കുന്ന പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവനെ അവയുമായി യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിർത്തേണം. പുരോഹിതൻ ആൺകുഞ്ഞാടുകളിൽ ഒന്നിനെയും എണ്ണയും എടുത്ത് അകൃത്യയാഗമായി അർപ്പിച്ച് യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പാപയാഗത്തെയും ഹോമയാഗത്തെയും അറുക്കുന്ന ഇടത്തു വെച്ച് കുഞ്ഞാട്ടിനെ അറുക്കണം. അകൃത്യയാഗം പാപയാഗം പോലെ പുരോഹിതനുള്ളത് ആകുന്നു, അത് അതിവിശുദ്ധം. പുരോഹിതൻ അകൃത്യയാഗത്തിൻ്റെ രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലത്തു കാതിന്മേലും വലത്തു കൈയുടെ 7 പ്രാവശ്യം തളിക്കണം. പക്ഷിയുടെ രക്തം, ഉറവ് വെള്ളം, ജീവനുള്ള പക്ഷി, ദേവദാരു, ഈസോപ്പ്, ചുവപ്പ് നൂൽ എന്നിവയെ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം. ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് വെളിയിൽ വിടണം. അങ്ങനെ വീട്ടിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് ശുദ്ധമാകും. ഇത് സകല കുഷ്ഠത്തിനും വടുവിനും പുറ്റിനും വസ്ത്രത്തിൻ്റെയും വീട്ടിൻ്റെയും കുഷ്ഠത്തിനും തിണർപ്പിനും ചുണങ്ങിനും ചിരങ്ങിനും വെളുത്ത പുള്ളിക്കുമുള്ള പ്രമാണം. എപ്പോൾ അശുദ്ധമെന്നും എപ്പോൾ ശുദ്ധമെന്നും അറിയേണ്ടതിന് ഇത് കുഷ്ഠത്തെക്കുറിച്ചുള്ള പ്രമാണം. പ്രൈസ് ദി ലോർഡ്. വായിച്ച തിരുവചന വേദഭാഗങ്ങളാൽ കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.